ഇതേ എൻ്റെ കുക്കു തേങ്ങാമുറി കെട്ടി തിന്നുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ടീപ്പോയുടെ അടിയിലത്തെ സ്റ്റാൻഡിലാണ് ഇവിടെ ഇരുന്ന് തേങ്ങാമുറി കടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിചാരം ആരും കാണുന്നില്ലെന്നാണ്. കുറച്ച് വികൃതി കൂടുതലാണ്. പാവമാണ്, പക്ഷേ വികൃതി കുറച്ച് കൂടുതലാണ്. എന്താ കിച്ചണിൽ നിന്ന് തേങ്ങാമുറി എടുത്തുകൊണ്ട് വന്നിരുന്നിട്ട് ആരും കാണാതെ കടിക്കുകയാണ്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ ഇവനുള്ളത്. വീട്ടിലൊരു ആളനക്കവും, നമുക്ക് ബോറടിക്കുകയില്ല. എപ്പോഴും അവനോരോ വികൃതിയും കാണിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നമുക്കൊരു ബോറ് തോന്നുന്നില്ല. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ആയല്ലോ, ഇവനെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പുറത്ത് കൊണ്ടുപോയതാണ്. ഒരു വിശാലമായ പാടമാണ്. ആ പാടത്തിൻ്റെ നടുവിലുള്ളൊരു കുളമാണിത്. ഒരു കുളം ഇത്, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കുളം കൂടിയുണ്ട്. അവനെ ഒന്ന് അങ്ങോട്ട് പാടത്തേക്ക് അങ്ങോട്ട് അഴിച്ചു വിടുകയും അവൻ അതിലെല്ലാം അങ്ങോട്ടൊന്ന് ഓടി നടക്കുന്നതിനിടയ്ക്ക് ഞാൻ ഈ കിണറ്റിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വെറുതെ കിണറിൻ്റെ അടുത്ത് വരെയും വന്നു. അവൻ എടുത്തങ്ങ് ചാടി അതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് 2 പിള്ളേർ പാവങ്ങൾ കിണറ്റിലിറങ്ങി ഈ കുളത്തിലിറങ്ങി എടുത്തതാണ് ഇവനെ. കണ്ടില്ല, നനഞ്ഞ് പേടിച്ച് വിറച്ചിരിക്കുന്നത്. അല്ല, പേടിച്ചിരിക്കുകയാണ്, പേടിച്ചു പോയി. നല്ല ആഴത്തിലേക്ക് ആദ്യമായിട്ട് അവനിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും കാണുന്നതും ഒക്കെ. പേടിച്ചു പോയി വല്ലാതെ. നനഞ്ഞ് ഈ മേലൊക്കെ കണ്ടില്ലേ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്.